പത്രോസിന്റെ 267ാമത് പിൻഗാമിയായ പുതിയ പാപ്പയെ പ്രതീക്ഷിച്ച് വത്തിക്കാനിലെത്തിയ 1000-ലധികം ആളുകളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഡിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിലുള്ള പുകക്കുഴലിൽ നിന്ന് രണ്ടാം തവണയും ഉയർന്നത് കറുത്ത പുക. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ഫലം കണ്ടോ എന്നതിന്റെ സൂചനയാണ് ഡിസ്റ്റൈൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിൽ നിന്ന് ഉയരുന്ന പുകയുടെ നിറം. അത് വെളുത്ത പുകയാണെങ്കിൽ മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും കറുത്തതാണെങ്കിൽ വോട്ടെടുപ്പ് പരാജയപ്പെട്ടുവെന്നുമാണ് അർത്ഥമാക്കുക. പാപ്പയെ കണ്ടെത്താനുള്ള ഈ കോൺക്ലേവ് ആരംഭിച്ചത് മെയ് 7 ബുധനാഴ്ച വൈകുന്നേരം 4:30 എന്നാൽ ആദ്യ ദിനത്തിൽ നടത്തിയ വോട്ടെടുപ്പിൽ 113 കർദിനാൾമാർ പരാജയപ്പെട്ടുവെന്ന് കാട്ടി കറുത്ത പുക പുറത്തുവന്നു. അതിനാൽ അടുത്ത ഘട്ടം വീണ്ടും ആരംഭിച്ചപ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ ഒത്തുകൂടിയത്. എന്നാൽ അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഡിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് ഉയർന്നത് കറുത്ത പുക തന്നെ. പാപ്പയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുക പുറത്തുവരുന്ന ഈ രീതിക്ക് 1417 അതിനു മുൻപത്തെയോ പാരമ്പര്യമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ബാലറ്റ് ചില രാസവസ്തുക്കളുമായി കത്തിച്ചാണ് പുകയ്ക്ക് കറുപ്പും വെളുപ്പും നിറം നൽകുക. 2005 മുതൽ മാർപ്പാപ്പയുടെ വരവറിയിക്കാൻ വത്തിക്കാൻ വെളുത്ത പുകയ്ക്കൊപ്പം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മണികൾ മുഴക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്തായാലും പുതിയ പാപ്പയ്ക്കായുള്ള രണ്ടാം ശ്രമവും പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ മാസം അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്തുന്നതുവരെ വോട്ടെടുപ്പ് തുടരും.